ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം സ്തുതിക്കുന്ന കർത്താവേ, കർത്താവെ ആഴ്ചയുടെ ഈ സന്ധ്യയായ സമയം കർത്താവെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടാൻ പറ്റിയ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവെ, 2-3 പേർ ഒന്നിച്ച് കൂടുന്ന മധ്യേ കർത്താവെ അങ്ങയുടെ സാന്നിധ്യമുണ്ടെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു നാഥ. കർത്താവെ എല്ലാവരും കർത്താവെ ഞങ്ങളെ പേർ വിളിച്ച് മാറ്റി നിർത്തിയതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവെ, ഞങ്ങൾ കേൾക്കുന്ന ഈ വചനം കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൽ 30-60 മേനി ഫലവത്താവാൻ ദൈവമേ സഹായിക്കുന്ന കർത്താവെ. കർത്താവെ അത് സാത്താൻ പ്രവർത്തിക്കൊണ്ടുപോകാൻ ദൈവമേയുടെ വരുത്തരുന്ന നാഥ. കർത്താവെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം അങ്ങ് ഫലമേൽപ്പിക്കുകയാണ് നാഥ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവെ, ഞങ്ങളുടെ ജോലി, ഞങ്ങളുടെ എല്ലാം കർത്താവെ അങ്ങ് ഫലമേൽപ്പിക്കുകയാണ് കർത്താവെ. അവിടുന്ന് കർത്താവെ ഞങ്ങളെ കാത്തു പരിപാലിച്ചുകൊണ്ട് കർത്താവെ, കർത്താവെ ഞങ്ങൾക്ക് തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം കർത്താവെ. അതിൻ്റെതായ യോഗ്യതകളൊന്നും ഞങ്ങൾക്കില്ല നാഥ. കർത്താവെ യേശുവെ അവിടെ നടത്തുന്ന കർത്താവെ ഞങ്ങളുടെ ആരോഗ്യം, ഞങ്ങളുടെ ആയുസ് എല്ലാം ദൈവമേ ഞങ്ങൾ ഫലമേൽപ്പിക്കുകയാണ് നാഥ. കർത്താവെ അതിൽ നിന്നെല്ലാം കർത്താവെ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നേ. കർത്താവെ വരാൻ ആഗ്രഹിക്കുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു. വീട്ടിലായിരിക്കുന്നവരെ കർത്താവെ, ഓൺലൈനായിട്ട് കേൾക്കുന്നവരെ എല്ലാവരും ഓർത്ത് അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. കർത്താവെ നല്ല ആത്മാവിൻ്റെ ഫലവത്തായ ഞങ്ങൾക്ക് കിട്ടുവാൻ ദൈവമേ സഹായിക്കണേ. ഈ ആരാധനയ്ക്കിരിക്കുന്ന കർത്താവെ, ഈ ആലയത്തെ ഞങ്ങൾ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. കർത്താവെ നിൻ്റെ 4 ചുവരും കർത്താവെ അവിടുത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്ന ദൈവമേയുടെ വരുത്തണേ നാഥ. വചനം പറയുന്ന മോചനങ്ങളുടെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കുഞ്ഞുങ്ങളെ എല്ലാം അവിടുന്ന് പരമേൽപ്പിക്കുന്ന കർത്താവെ, അവരെല്ലാവരും ആയിരിക്കുന്നിടത്തെ നല്ല രീതിയിലാവുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണേ കർത്താവെ. സ്തോത്രം കർത്താവെ. കാലാവസ്ഥയെല്ലാം കർത്താവെ ഞങ്ങൾക്ക് അനുകൂലമായിരിക്കണേ കർത്താവെ. ഞങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടങ്ങിയിരിക്കുന്ന സമയം കർത്താവെ, പൂർണ്ണമായും അങ്ങയുടെ നാമം അവിടുന്ന് ശ്രവിക്കുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണേ കർത്താവെ. കർത്താവെ നല്ലൊരു വചനം കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണേ കർത്താവെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നൂറ്റി 41 പാട്ടറിയാം. 141. ദൈവത്തിൻ സ്നേഹം ആയത്ര ശ്രേഷ്ഠം, ആയതിനാഴം ആർക്കു വർണ്ണിക്കാം. ജീവിതക്ലേശ ഭാരങ്ങൾ മധ്യേ മിൻചാരയേത്തും സ്നേഹകരം. ജീവിതക്ലേശ ഭാരങ്ങൾ മധ്യേ മിൻചാരയേത്തും ദീർഘകാലം. മരുഭൂവിൽ വാടിത്തളർന്നിടുമ്പോൾ, ചേതനയറ്റു പതിച്ചിടുമ്പോൾ, മരുഭൂവിൽ വാടിത്തളർന്നിടുമ്പോൾ, ചേതനയറ്റു പതിച്ചിടുമ്പോൾ, പുതുജീവൻ നൽകി പുതുശക്തിയേകി ആകാശമധ്യേ ഉയർത്തും സ്നേഹം. പുതുജീവൻ നൽകി പുതുശക്തിയേകി ആകാശമധ്യേ ഉയർത്തും സ്നേഹം. ദൈവത്തിൻ സ്നേഹം ആയത്ര ശ്രേഷ്ഠം, ആയതിനാഴം ആർക്കു വർണ്ണിക്കാം. ജീവിതക്ലേശ ഭാരങ്ങൾ മധ്യേ നിൻചാരയേത്തും സ്നേഹകരം. ജീവിതക്ലേശ
സ്നേഹകരം. ഉറ്റവർ നിന്ദിച്ചു തള്ളിയിടുമ്പോൾ ശിക്ഷ വിധിച്ചു രസിച്ചിടുമ്പോൾ ഉറ്റവർ നിന്ദിച്ചു തള്ളിയിടുമ്പോൾ ശിക്ഷ വിധിച്ചു രസിച്ചിടുമ്പോൾ പെറ്റമ്മ പോലെ കൈകൾ പിടിച്ചു മാറോടണയ്ക്കും ക്രൂശിൻ സ്നേഹം. പെറ്റമ്മ പോലെ കൈകൾ പിടിച്ചു മാറോടണയ്ക്കും ക്രൂശിൻ സ്നേഹം. ദൈവത്തിൻ സ്നേഹം ആയത്ര ശ്രേഷ്ഠം ആയതിനാഴം ആർക്കു വർണ്ണിക്കാം. ജീവിത ക്ലേശ ഭാരങ്ങൾ മാറ്റി നെഞ്ചാരെയെത്തും സ്നേഹകാരം. ജീവിത ക്ലേശ ഭാരങ്ങൾ മാറ്റി നെഞ്ചാരെയെത്തും സ്നേഹകാരം. ജീവിത ഭാരങ്ങൾ ഏറിടുമ്പോൾ രോഗത്താൽ പാരം തളർന്നിടുമ്പോൾ ജീവിത ഭാരങ്ങൾ ഏറിടുമ്പോൾ രോഗത്താൽ പാരം തളർന്നിടുമ്പോൾ ഭയം വേണ്ട ഞാൻ നിന്നോടു കൂടെ ഉണ്ടെന്നു രക്ഷ ദൈവസ്നേഹം. ഭയം വേണ്ട ഞാൻ നിന്നോടു കൂടെ ഉണ്ടെന്നു രക്ഷ ദൈവസ്നേഹം. ദൈവത്തിൻ സ്നേഹം ആയത്ര ശ്രേഷ്ഠം ആയതിനാഴം ആർക്കു വർണ്ണിക്കാം. ജീവിത ക്ലേശ ഭാരങ്ങൾ മാറ്റി നെഞ്ചാരെയെത്തും സ്നേഹകാരം. ജീവിത ക്ലേശ ഭാരങ്ങൾ മാറ്റി നെഞ്ചാരെയെത്തും സ്നേഹകാരം. ഇരുന്നൂറ്റിയഞ്ച്. ആരാധ്യൻ യേശുവരാ വണങ്ങുന്നു ഞാൻ പ്രിയനെ. തേജസ്സെഴും നിൻമുഖമേ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുവരാ വണങ്ങുന്നു ഞാൻ പ്രിയനെ. തേജസ്സെഴും നിൻമുഖമേ ഹൃദയത്തിനാനന്ദമേ. നിൻ കൈകൾ എൻ കണ്ണേ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണേ
ചെയ്യുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുവരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. നിൻ കരത്തിൽ ആശ്ലേഷം പകരുന്നു ബലമെന്നിൽ. നിൻ കരത്തിൽ ആശ്ലേഷം പകരുന്നു ബലമെന്നിൽ. ആരാധ്യൻ യേശുവരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കുമെൻ ഹൃദയം. മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കുമെൻ ഹൃദയം. ആരാധ്യൻ യേശുവരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. നിൻമുഖമേ ഹൃദയത്തിനാനന്ദമേ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുവരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. 106. 106. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. കുഞ്ഞാടിന്റെ വിലയേറിയ നീളത്തിൽ, കുഞ്ഞാടിന്റെ വിലയേറിയ നീളത്തിൽ മറന്നു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ. മറന്നു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ഫറവോനു ഞാനിനി അടിമയല്ല. ഫറവോനു ഞാനിനി അടിമയല്ല. പരമസിയോനിൽ ഞാൻ അന്ധനല്ല. പരമസിയോനിൽ ഞാൻ അന്ധനല്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു.
പുതുമന്നാലും മതിയേ തരും അവൻ പുതുമന്നാലും മതിയേ എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി മനോഹരമായ കനാൻദേശമേ മനോഹരമായ കനാൻദേശമേ അതേ എനിക്കറിയാത്തൊരവകാശമേ അതേ എനിക്കറിയാത്തൊരവകാശമേ എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി ആനന്ദമേ പരമാനന്ദമേ ആനന്ദമേ പരമാനന്ദമേ കനാൻതിരിതാമെനിക്കാനന്ദമേ കനാൻതിരിതാമെനിക്കാനന്ദമേ എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി എന്റെ ബലവും എന്റെ സങ്കേതവും എന്റെ ബലവും എന്റെ സങ്കേതവും എന്റെ രക്ഷയും യേശുവത്രേ ഹല്ലേലൂയ എന്റെ രക്ഷയും യേശുവത്രേ ഹല്ലേലൂയ എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി ആത്മാവിനർത്ഥ കർത്താവിന് കരങ്ങൾ സ്തോത്രം ചെയ്യാം ഹല്ലേലൂയ 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 സങ്കീർത്തനം 34. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹത്വപ്പെടുത്തുവീൻ. നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ. അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. മക്കളെ വന്ന് എനിക്ക് ചെവി തരുവീൻ. യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസഹ്യമാവുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവരെ വിടുവിക്കുന്നു.
നൃത്തം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പഴക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. ദൈവമേ സ്തുതിയോഗ്യമാകുന്നു. പാടിക്കുക. നാലാമത്തെ അല്ല മൂന്നാമത്തെ. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുകയും നാം ഒന്നിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുക. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എന്തുകൊണ്ടാണ് നാം ഒന്നിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തു അതിനെക്കുറിച്ച് പറയുന്നത് നമുക്ക് കാണപ്പാടാണ് അല്ലേ? യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 31-ാം വാക്യമാണ്. 32. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 32-ാമത്തെ. യേശുക്രിസ്തു പറയാണ്, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരും യേശുവിലേക്ക് ആകർഷിക്കും. ഇത് പറയുമ്പോൾ നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ കാസായും വിലാസായും ഒക്കെ ഉയർത്താറുണ്ട്. എല്ലാം നല്ല കാര്യങ്ങളാണ്. പക്ഷെങ്കിൽ യേശുവിനെ ഉയർത്തുക എന്ന് പറയുമ്പോൾ അപ്പോസ്തലപ്രവൃത്തികൾ 1:8 പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് യേശുവിനെ ഉയർത്തുവാനുള്ള ശക്തി ലഭിക്കുമെന്ന്, യേശുവിനെ സാക്ഷിക്കുവാനുള്ള ശക്തി. അപ്പം നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ യേശുക്രിസ്തുവിനെ സാക്ഷിക്കുന്നില്ല, അതിനുള്ള അവസരമില്ല. കാരണം അപ്പോസ്തലപ്രവൃത്തികൾ 6:2 നമുക്കറിയാം, അവിടെ മേശകളിലെ ശുശ്രൂഷയാണ്. പരിശുദ്ധാത്മാവ് അവിടെ എഴുതിയിട്ടുണ്ട്, ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ന്യായമായിട്ടും 3 മണിക്കൂറൊക്കെ ഞായറാഴ്ച ദേവാലയങ്ങളിൽ ശുശ്രൂഷയുണ്ട്. തീർച്ചയായിട്ടും 1 മണിക്കൂർ ദൈവവചനത്തിന് വേണ്ടി മാറ്റിവെക്കാം. പക്ഷെങ്കിൽ എന്തുകൊണ്ട് ദൈവവചനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നില്ല? കാര്യം നമ്മുടെ ദേവാലയങ്ങളിൽ ഈ കർത്താവിനെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ എല്ലാവരും യേശുവിലേക്ക് ആകർഷിക്കണം. ഇന്ന് പലരും മാതാവിലേക്കും വിശുദ്ധന്മാരിലേക്കും ഉദാസകളിലേക്കുമാണ് ആകർഷിക്കപ്പെടുന്നത്. കാരണം യേശുവിലേക്ക് ആകർഷിച്ചില്ലെങ്കിൽ വരുന്ന ദുരന്തം എന്താണ്? യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥത നമുക്ക് ലഭിക്കാതെ പോകും. എൻ്റെ സങ്കടം കൊണ്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. അതായത് യോഹന്നാൻ്റെ സുവിശേഷം 17-ന്റെ 8, 9, 15 വാക്യങ്ങൾ ദൈവമക്കൾ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയാം. മഹാപുരോഹിത പ്രാർത്ഥനയാണ് യേശുക്രിസ്തുവിൻ്റെ. യേശുക്രിസ്തു പറയാണ്, പിതാവേ, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവരത് കൈക്കൊണ്ടു. എന്നിട്ട് 9-ാം വാക്യത്തിൽ പറയാണ്, ഞാൻ ലോകത്തിനു വേണ്ടി അല്ല, ദൈവവചനം കൈക്കൊണ്ടവർക്ക് വേണ്ടി അത്രയും മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നു. അപ്പം ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി യേശുക്രിസ്തു ഒരിക്കലും മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യത്തില്ല. പള്ളിയിൽ പോകുന്ന എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ഇല്ലെന്നും പറഞ്ഞിട്ടില്ല. ഞാനൊക്കെ അങ്ങനെ ധരിച്ചു വെച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ദൈവവചനം കൈക്കൊണ്ടപ്പോൾ എൻ്റെ 15-ാം വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. അപ്പം നമ്മളൊക്കെ ഏത് സമയത്തും ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാൻ സാധ്യതയുള്ളവരാണ്. യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥത ഉണ്ടെങ്കിൽ, ഇപ്പം മറ്റുള്ള മധ്യസ്ഥത ഉണ്ടെങ്കിലുള്ള ദോഷം കൂടെ ഞാൻ പറയാം. യെരമ്യാ പ്രവചനം 15-ാം അധ്യായം ഇന്നത്തെ പ്രസംഗത്തിൽ അത് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഭാഗമാണ്. എങ്കിൽ പോലും ഇന്ന് ഡിന്നി സങ്കീർത്തനം തിരഞ്ഞെടുത്തതിൻ്റെ വെളിച്ചത്തിൽ ആ യേശുക്രിസ്തുവിനെ നമ്മൾ ഉയർത്തേണ്ട ആവശ്യകതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യെരമ്യാ പ്രവചനം 15-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. യെരമ്യാ പ്രവചനം 15-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ളത്. യഹോവ എന്നോട് അരുളി ചെയ്തത്, മോശയും ശമൂവേലും എൻ്റെ മുമ്പാകെ നിന്നാലും എൻ്റെ മനസ്സ് ഈ ജനത്തിങ്കിലേക്ക് ചായുകയില്ല. അതായത് മോശയും ശമൂവേലും പഴയ നിയമകാലത്ത് മോശയോടും ശമൂവേലിനോടും ഒക്കെ മധ്യസ്ഥ പ്രാർത്ഥന ചോദിച്ചുകൊണ്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു.
ജനങ്ങൾ വന്ന് മോശെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ശൗമേലെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്കറിയാം മോശ ഇടിവിൽ നിന്നപ്പോഴൊക്കെ ദൈവകോപം മാറിയതൊക്കെ നമുക്കറിയാം. എന്നാൽ യെരമ്യാ പ്രവാചകന്റെ കാലമായപ്പോൾ യഹോവയാം ദൈവം പറയാണ്, മോശ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, പഴയ നിയമകാലത്തെ പ്രവാചകന്മാരിൽ തലവനാണ്. പക്ഷെങ്കിൽ മോശയും അതുപോലെ തന്നെ ശൗമേല് ദൈവത്തിന് പ്രിയപ്പെട്ടവനാണ്. മോശെ ശൗമേല് എൻ്റെ മുമ്പാകെ നിന്നാലും എൻ്റെ മനസ്സ് ഈ ജനത്തിങ്കിലേക്ക് ചായ്കില്ല. അപ്പം ഈ മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് വരുന്ന ജനത്തിങ്കിലേക്ക് ദൈവത്തിൻ്റെ മനസ്സ് ചായ്കില്ല. അടുത്ത വാക്യം, ഇവരെ എൻ്റെ മുമ്പിൽ നാട്ടിക്കളക, അവർ പൊയ്ക്കൊള്ളട്ടെ. ഞങ്ങൾ എവിടെ പോകേണ്ടു എന്ന് അവർ നിന്നോട് ചോദിച്ചാൽ നീ അവരോട്, മരണത്തിനുള്ളവർ മരണത്തിനും, വാളിനുള്ളവർ വാളിനും, ക്ഷാമത്തിനുള്ളവർ ക്ഷാമത്തിനും, പ്രവാസത്തിനുള്ളവർ പ്രവാസത്തിനും പൊയ്ക്കൊള്ളട്ടെ എന്ന് യഹോവ അരുളിച്ചെയ്തു. അപ്പം മറ്റുള്ള മധ്യസ്ഥതയിലായിരിക്കുന്നവരെ ദൈവം ആട്ടിക്കളയുന്നവർ. അയ്യോ, എനിക്ക് ഭയങ്കര സങ്കടമാണ്. നമ്മളൊക്കെ ആട്ടിക്കളയുന്നത് ആരെയാണല്ലേ അല്ലേ? നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പം മറ്റുള്ള മധ്യസ്ഥ ആരുടെ ആണേലും യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥത ഒഴികെ ലോകത്തിലുള്ള ആരുടെ മധ്യസ്ഥതയെ അപേക്ഷിച്ചാലും ദൈവം അവരെ എല്ലാം എന്ത് ചെയ്യും? ആട്ടിക്കളയും. എന്നിട്ട് പറയാം, 4 വക ആൾക്കാരാണ് ഈ മധ്യസ്ഥതയ്ക്ക് വേണ്ടി വരുന്നത്. ആരൊക്കെയാണ്? ഒന്ന്, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവസാന നിമിഷമൊക്കെ ഈ വല്ലാത്ത അവസ്ഥയിലൊക്കെ ആകുമ്പോൾ മരണത്തിനുള്ളവർ വരും, മധ്യസ്ഥത ചോദിക്കും. അടുത്ത ആൾക്കാർ വാളിനുള്ളവർ, സമാധാനമില്ലാതെ വാള് ജീവിതത്തിൽ കുടുംബത്തിൽ കടന്നു വരുമ്പോൾ അവർ മധ്യസ്ഥതയിലേക്ക് പോകും. അടുത്തത് ക്ഷാമം വരുമ്പോൾ, ഞാനും ഒക്കെ അങ്ങനെയല്ലായിരുന്നു. ജീവിതത്തിൽ ക്ഷാമമൊക്കെ വന്ന്, ഞെരുക്കം വന്ന്, വരുമാനമാർഗം അടഞ്ഞപ്പോൾ മധ്യസ്ഥതയ്ക്ക് പോയി. അടുത്തത് പ്രവാസത്തിനുള്ളത്. അതായത് ഇങ്ങനെ 4 കാറ്റഗറി ആൾക്കാർ മധ്യസ്ഥതയ്ക്ക് പോകുമ്പോൾ അടുത്ത വാക്യത്തിൽ പറയുന്നു എന്ന് യഹോവ ക്ഷാമത്തിനുള്ളവർ ക്ഷാമത്തിന് പോട്ടെ, പ്രവാസത്തിനുള്ളവർ പ്രവാസത്തിന് പോട്ടെ, മരണത്തിനുള്ളവർ മരണത്തിന് പോട്ടെ, പിന്നെ വാളിനുള്ളൊരു വാളിന് പോട്ടെ. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയാണ്, കൊന്നുകൊള്ളാൻ വാളും, പറിച്ചു കീറുവാൻ നായ്ക്കളും, തിന്നുമുടിപ്പാൻ ആകാശത്തിലെ പക്ഷികളും കാട്ടിലെ മൃഗങ്ങളും, ഇങ്ങനെ 4 വക അവരുടെ 4 വകയെ ഞാൻ അവരുടെ നേരെ നിയമിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ 4 കാറ്റഗറി ആൾക്കാരുടെ 4 വകയെ കർത്താവ് അവരുടെ നേരെ നിയമിക്കുകയാണ്. ഇപ്പം ആപത്തിനായി അന്യദേവന്മാരോട് ചെന്ന് ചേരുക എന്നുള്ളൊരു വാക്യമുണ്ടല്ലോ, അത് യെരമ്യാ 7:6 കൂടെ വായി. യെരമ്യാ പ്രവചനം 7-ാം അധ്യായം 6-ാമത്തെ വാക്യം. പരദേശിയും അനാഥയെയും വിധവയെയും പീഡിപ്പിക്കാതെ, കുറ്റമില്ലാത്ത രക്തം ഈ സ്ഥലത്ത് ചിന്തിക്കാതെയും, നിങ്ങൾക്ക് ആപത്തിനായി അന്യദേവന്മാരോട് ചെന്ന് ചേരാതെയും ഇരിക്കുന്നുവെങ്കിൽ, ആപത്തിനായി അന്യദേവന്മാരോട് ചെന്ന് ചേരാതെ ഇരിക്കുന്നു. അതായത് അന്യദേവന്മാരുടെ അടുക്കൽ പോകുന്നവരുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കാത്ത ആപത്തനർത്ഥങ്ങളൊക്കെ കടന്നു വരും. അതുകൊണ്ട് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയിൽ വന്നേ പറ്റൂ. ഈ വചനം കൈക്കൊണ്ടവർക്ക് വേണ്ടി മാത്രമേ യേശുക്രിസ്തു മതി. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ 1 മിനിറ്റ് ആരോടെങ്കിലും ഒന്നും കർത്താവിനെ കുറിച്ച് പറയാനിടയായാൽ അന്നേരം കർത്താവിനെ ഉയർത്തിക്കോണം. ആ വ്യക്തിയെ കർത്താവിലേക്ക് അങ്ങ് ആകർഷിപ്പിച്ചേക്കണം. അങ്ങനെ ആ വ്യക്തി വചനം കൈക്കൊണ്ടാൽ നമ്മളും രക്ഷപ്പെട്ടു, ആ വ്യക്തിയും രക്ഷപ്പെട്ടു. കാര്യം എന്താണ്? യേശുക്രിസ്തു അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നാം ഒന്നിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുമ്പോൾ, എല്ലാവരും യേശുവിലേക്ക് ആകർഷിക്കുമ്പോൾ എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്നത്? സകല ഭയങ്ങളിൽ നിന്ന് വിടിപ്പിച്ച്, സകല കഷ്ടങ്ങളിൽ നിന്ന് വിടിപ്പിച്ച്, മനസ്സ് തകർന്നവരെ രക്ഷിച്ച്, അല്ലെ, ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായ കർത്താവ് വന്നിട്ട് ദൂതന്മാരുടെ കാവൽ തന്ന്, അല്ലെ, ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി വിടിപ്പിച്ച്, അല്ലെ, ബാലസിംഹങ്ങൾ ഏറിയിട്ടാതെ വിശന്നിരിക്കുമ്പോൾ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. നമ്മളെ നടത്തുന്ന, നമ്മുടെ നടുവിൽ വന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ സാലിച്ചേച്ചി കടന്നു പ്രാർത്ഥിക്കും. യേശുവിൻ മൂലമൻ യാചന നൽകുമേ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നാഥ സ്തുതിക്കുന്നു. ക്രിസ്തുയേശുവിൽ കൂടി അടിയങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്ന അടിയങ്ങളെ സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ സന്ധ്യായ സമയത്ത് കർത്താവേ, പല ദേശങ്ങളിലായിരുന്ന അടിയങ്ങൾ കർത്താവേ, ഈ ആലയത്തിൻ കണലിൻ കീഴിൽ യേശുവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ തക്കവണ്ണം അടിയങ്ങൾക്ക് ഒരുക്കി തന്ന വിലയേറിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഈ ആലയവും പരിസരവും യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ദുഷ്ടനെടുക്കാതെ ശത്രുവോടാതെ രക്തക്കോട്ടയ്ക്കുള്ളിൽ അവിടുന്ന് മറച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. യേശുവേ രക്ഷക, അവിടുന്ന് അടിയങ്ങളോട് കൂടെയുള്ളതോർത്ത് സ്തോത്രം കർത്താവേ. ഇന്നത്തെ പൗർകാലം നാഥ അടിയങ്ങളെ പരമാവുന്ന ആപത്തിൽ നിന്നും രോഗത്തിൽ നിന്നൊക്കെ വിടുവിച്ച് ആ പാതപീഠത്തിൽ കൂട്ടിവരുത്തിയ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യാൻ സ്തുതിക്കുകയാണ് കർത്താവേ. ഇത്രയും പേർ കർത്താവെ പാതപീഠത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവെ ഒരു ചെറിയ കൂട്ടമായി അടിയങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു നാഥ. പാടുവാനും പ്രാർത്ഥിപ്പാനും തിരുവേനി ധ്യാനിക്കാനും ഒക്കെ അടിയങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. നാം ഒരുമിച്ച് കർത്താവിനെ ഒന്ന് ഉയർത്തുവാൻ തക്കവണ്ണം അടിയങ്ങൾക്ക് തന്ന വലിയ കൃപകൾക്കായി സ്തോത്രം കർത്താവെ. താവെ അടിയങ്ങളെ എത്രത്തോളം അവിടുന്ന് കാത്തു പരിപാലിച്ച് വഴി നടത്തുന്ന വലിയ കൃപകൾക്കായി സ്തോത്രം കർത്താവെ. 2 or 3 പേർ യേശുവിൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും മധ്യത്തിൽ കടന്നു വന്ന് അനുഗ്രഹിക്കാവുന്ന വാക്ക് വന്ന കർത്താവ് അടിയങ്ങളുടെ മധ്യത്തിലും കടന്നു വന്നിരിക്കുക. സ്തോത്രം കർത്താവെ. അടിയങ്ങൾക്ക് തന്ന വലിയ കൃപകൾക്കായി സ്തോത്രം കർത്താവെ. കാരുണ്യം ഉയർത്തുവാനും യേശുവിൻ്റെ വചനത്തെ ഒന്ന് കൂടുതലായി ഉറപ്പിക്കുവാനും ഓരോ ഞായറാഴ്ചകളും അടിയങ്ങൾക്ക് തരുന്ന വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അനേക മക്കൾക്ക് ലഭിക്കാതെ പോയ ഭാഗ്യാവസ്ഥ കർത്താവെ അടിയങ്ങൾ തന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെ അപ്പൻ്റെ പാതപീഠത്തിൽ അടിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ കുടുംബമായ പാതപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. എൻ്റെ മക്കളുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യഭാരങ്ങളിലും കൂടെ ഇരുന്ന് വഴി നടക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഭാരത്തോടെ പ്രയാസത്തോടെ കടന്നു വന്നിരിക്കുന്നവരെ എൻ്റെ കർത്താവ് അവിടുന്ന് ആശ്വസിപ്പിച്ച് പറഞ്ഞയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ കരങ്ങളിലേക്ക് എല്ലാവരെയും ഏൽപ്പിക്കുന്നു കർത്താവെ. അവിടുന്ന് കർത്താവ് നായകനും നടത്തിപ്പുകാരനുമായിരിക്കുക. സ്തോത്രം കർത്താവെ. ആ നാമത്തിൽ മാത്രം ആരാധിപ്പാനും സ്തുതിപ്പാനും ഒക്കെ അടിയങ്ങളെ സഹായിക്കണമേ. അടിയങ്ങളെ മധ്യസ്ഥനായ യേശുവേ അടിയങ്ങളോട് കൂടെ ഇന്നും ഉണ്ടായിരിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു കർത്താവെ. പാതപീഠത്തിലിരിക്കുന്ന ഓരോ ദിവസവും വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണല്ലോ കർത്താവെ. അടിയങ്ങൾ ഭാഗ്യ പദവിക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കൊഞ്ചായനെ കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ മകനെ എത്രത്തോളം അവിടുന്ന് കാത്തു പരിപാലിച്ചു വഴി നടത്തുന്ന വലിയ കൃപകൾക്കായി സ്തോത്രം കർത്താവെ. ആന്റിയെയും കുഞ്ഞുങ്ങളെയും വിജ്ഞാനങ്ങളെ യേശുവിൻ്റെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കളെയൊക്കെ അവിടുന്ന് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കടന്നു വരാൻ സാധിക്കാവുന്ന മക്കളെയൊക്കെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നവരൊക്കെ ആയിരിക്കുന്നിടത്ത് കർത്താവിൻ്റെ കരം കൂടിയിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആരെയും രോഗത്താലോ ഭാരത്താലോ വിഷമിച്ചു വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അപ്പൻ അവരെ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. രോഗിക്ക് നല്ല വൈദ്യനായ കർത്താവ് അവിടുത്തെ അടിപ്പിണരാലുള്ള സൗഖ്യം നയിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സമയം സാറിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ മകനെ അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷീണാവസ്ഥയിൽ നിന്നൊക്കെ വിടുവിച്ച് ബലത്തോടെ ആരോഗ്യത്തോടെ ആയിരിക്കാൻ തക്കോണം അപ്പനെ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ കർത്താവെ. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെയൊക്കെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തക്കതായ തുണകളെ അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുവിനായ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവിടുന്ന് കരുതുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ യേശുവേ അങ്ങയുടെ പാതപീഠത്തിൽ അടിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ നിങ്ങൾ അല്പസമയം പാതപീഠത്തിലിരിക്കുകയാണ് കർത്താവെ. അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിച്ച് പറഞ്ഞയക്കുമാറാകണമേ. വെറുതെ പോകുന്നവരായിട്ടല്ല കർത്താവെ. അനുഗ്രഹം പ്രാപിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ പോകുവാൻ കർത്താവ് അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യായതിനുമായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആ ക്രൂശിൻ്റെ മറവിൽ അവിടുന്ന് മറിച്ച് നിർത്തി അടിയങ്ങൾക്ക് വേണ്ടുന്ന വചനം തന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനത്തിൻ്റെ മറഞ്ഞു കിടക്കുന്ന സത്യങ്ങളെയൊക്കെ എൻ്റെ മകനിൽ കൂടി വിവേചിച്ച് തരുവാൻ തക്കോണം
അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കട്ടയിട്ട് മധുരമേറിയ വചനം കർത്താവേ അടിയങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒന്ന് തുളച്ചു കയറുവാൻ തക്കവണ്ണം അത് അടിയങ്ങൾക്കൊക്കെ രൂപാന്തരം മനസ്സാന്തരമായി തീരുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. 30, 60, 100 മേനി പല അടിയങ്ങളെ പുറപ്പെടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടൻ കളയാതെ വണ്ണം കർത്താവ് അടിയങ്ങളുടെ ഹൃദയത്തിന്റെ മാംസകലകയിൽ അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് എഴുതി തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എഴുതുന്ന വചനങ്ങളൊക്കെ കർത്താവേ അടിയങ്ങൾ യേശുവിലുള്ള വിശ്വാസമായി കർത്താവേ അടിയങ്ങളെ സഹായിക്കണമേ. അത് അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും ഉപകാരമായി തീരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിശ്വേടിയ പാപത്തെയും രോഗത്തെയും ശാപത്തെയും നീക്കുന്ന വചനം അടിയങ്ങളിൽ ഓരോരുത്തരിലോട് പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടിയന്റെ കുറവുകളോ ബലഹീനതകളോ ഇന്നത്തെ അനുഗ്രഹത്തിന് തടസ്സമാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവേ സ്തോത്രം കർത്താവേ. ദേശത്തെയും ചുറ്റുപാടുകളെയൊക്കെ ഏൽപ്പിക്കുന്ന അനർത്ഥങ്ങളെ ആപത്തുകളിലൊക്കെ അവിടുന്ന് വിടിവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓൺലൈൻ വഴിയായി വചനം ശ്രവിക്കുന്ന മക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരുമായിരിക്കുന്നിടത്ത് കർത്താവിൻ്റെ കരം കൂടിയിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നാഥ. ആദ്യോടെ അവസാനം അവിടുത്തെ കൃപാടിയങ്ങളിൽ വ്യാപരിക്കുമാറാകണമേ. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ അടിയങ്ങൾക്ക് ആരാധിപ്പാനും വചനം ശ്രവിപ്പാനും ഒക്കെ കൃപ കൈമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ നന്മകളാലും കൃപകളാലും അടിയങ്ങളെ നിറച്ച് പറഞ്ഞയക്കുമാറാകണമെന്ന് അടിയക്ക് വേണ്ടി ചെയ്യുന്ന ഒരു മനുഷ്യന്റെ പാദപ്പെടുത്തി സമർപ്പിക്കുന്നു. കൃപയോട് ഉത്തരമരുളണമേ. ആരാധനയ്ക്കായിട്ട് നമുക്കെല്ലാം എഴുതാക്കാം. പാട്ടുപുസ്തകത്തിലെ 107 പാട്ട്. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ, പുരുഷന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ, പുരുഷന്റെ പാതയിൽ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാം. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാം. വീഴ്ചകൾ കാഴ്ചകൾ വന്നിടും വേളയിൽ, രക്ഷകൻ കൈകളിൽ താങ്ങിടും. വീഴ്ചകൾ കാഴ്ചകൾ വന്നിടും വേളയിൽ, രക്ഷകൻ കൈകളിൽ താങ്ങിടും. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ, പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ, പോകുന്നു കുരിശിന്റെ പാതയിൽ. ലോകമേതും യോഗ്യമല്ലെനിക്കതാൻ, ശോകമില്ല ഭാഗ്യമുണ്ട് ക്രിസ്തുവിൽ. ലോകമേതും യോഗ്യമല്ലെനിക്കതാൻ, ശോകമില്ല ഭാഗ്യമുണ്ട് ക്രിസ്തുവിൽ. നാഥന് മുൾമുടി നൽകിയ ലോകമേ, നീ തരും വേദനിക്കെന്തിനായി. നാഥന് മുൾമുടി നൽകിയ ലോകമേ, നീ തരും വേദനിക്കെന്തിനായി. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ, പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ, പോകുന്നു കുരിശിന്റെ പാതയിൽ. സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിനും നിൽക്കുമായിരങ്ങൾ ആകയാൽ ഞാൻ. സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിനും നിൽക്കുമായിരങ്ങൾ ആകയാൽ ഞാൻ. ഭാരവും പാപവും ഇട്ടു ഞാൻ ഓടുവാൻ, നേരവും യേശുവെ നോക്കിടും. ഭാരവും പാപവും ഇട്ടു ഞാൻ ഓടുവാൻ, നേരവും യേശുവെ നോക്കിടും. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ, പോകുന്നു കുരിശിന്റെ
വീഴ്ചകൾ കാഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകൾ താങ്ങിടും. വീഴ്ചകൾ കാഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകൾ താങ്ങിടും. ലോകമേതും യോഗ്യമല്ല ശോകമില്ല ഭാഗ്യമുണ്ട് ക്രിസ്തുവിൽ. ലോകമേതും യോഗ്യമല്ല ശോകമില്ല ഭാഗ്യമുണ്ട് ക്രിസ്തുവിൽ. നാഥനു മുൻകൂടി നൽകിയ ലോകമേ നീതനു പേരെ നീ എന്തിനാ. നാഥനു മുൻകൂടി നൽകിയ ലോകമേ നീതനു പേരെ നീ എന്തിനാ. സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിനോ നിൽക്കുന്നായിരങ്ങൾ ആകെയാണ് ഞാൻ. സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിനോ നിൽക്കുന്നായിരങ്ങൾ ആകെയാണ് ഞാൻ. ഭാരവും പാപവും വിട്ടു ഞാൻ ഓടുമാ നേരവും യേശുവേ നോക്കിടും. ഭാരവും പാപവും വിട്ടു ഞാൻ ഓടുമാ നേരവും യേശുവേ നോക്കിടും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇത്രത്തോളം ചെയ്യുന്ന കർത്താവിനെ നമുക്കെല്ലാവർക്കും ആരാധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ. ഞങ്ങളെ അളകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ സന്ധ്യയുടെ യാമത്തിൽ അപ്പൻ്റെ തൃപ്പാദത്തിൽ ഒരു ചെറിയ കൂട്ടമായിട്ട് ഞങ്ങൾക്കായിരിക്കാൻ തന്ന വിലയേറിയ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു കർത്താവേ. സ്വർഗം നിന്റെ സിംഹാസനവും ഭൂമി നിന്റെ പാദപീഠവുമാണല്ലോ കർത്താവേ. ആ പാദപീഠത്തെങ്കിലും അടിയങ്ങൾക്കായിരിക്കാൻ ഒരവസരം കൂടെ തന്നു ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ബലഹീനരും പാപികളും ദോഷികളുമായി ഞങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവേ. അടിയങ്ങൾ കുറവുള്ളവരാണ്, കുറ്റമുള്ളവരാണെന്ന് സമ്മതിക്കുന്നു കർത്താവേ. അടിയങ്ങൾക്ക് നിഗളിക്കാൻ ഒന്നുമില്ല കർത്താവേ, പ്രശംസിപ്പാൻ ഒന്നുമില്ല കർത്താവേ. അവിടുത്തെ ക്രൂശിലല്ലാതെ ഞങ്ങൾക്ക് ഒന്നുമില്ല കർത്താവേ. ഞങ്ങൾ എത്ര ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രയെന്ന് മനസ്സിലാക്കുന്നു കർത്താവേ. ഹാവേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ആ പുണ്യാഹ രക്തത്തിന് സമീപം, ആ സംസാരിക്കുന്ന രക്തത്തിന് സമീപം അടിയങ്ങൾക്കായിരിക്കാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സ്തുതിക്കുന്നു കർത്താവേ. വന്നു ചേർക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവേ. വചനം പറയുന്ന നിന്റെ ദാസനെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ. ദേഹത്തിൻ്റെ ശാരീരിക ക്ഷീണങ്ങളൊക്കെയും ഉള്ളത് കർത്താവേ, അവയെല്ലാം കർത്താവേ യേശുവിൽ ബലപ്പെട്ട് കർത്താവേ വചനം പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അമിത ബലത്തോടെ വചനം സംസാരിക്കുവാൻ നിന്റെ ദാസനെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ക്രൂശിൻ്റെ മറവിൽ മറച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കേൾക്കുന്ന വചനം കേൾക്കുന്ന ഞങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുകയാണ് കർത്താവെ. ഞങ്ങളുടെ ഹൃദയമാവുന്ന ആ നിലത്തെ കർത്താവെ ഞങ്ങൾ ഒരുക്കുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല നിലത്ത് വീണ വിത്ത് പോലെ എൻ്റെ കർത്താവെ അത് 30, 60, 100 മേനിയായിട്ട് വിളയുവാൻ തക്കവണ്ണം കർത്താവെ അത് വിശ്വാസമായി പരിണമിച്ച് ഫലം കായ്ക്കുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട് ഞങ്ങളെ തന്നെ ചതിക്കുന്നവരായി തീരുവാൻ ഇടവരാതെ കർത്താവെ വചനം കേട്ട് ക്രിസ്തുവിൻ്റെ പത്രമായിട്ട് ഞങ്ങൾക്ക് ജീവിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുവാൻ, ആ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് പരസ്പരം പങ്കിടുവാൻ ഞങ്ങൾക്ക് ഇടയാകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിയങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്ന അവിടുത്തെ നാമം ഒരിക്കലും ദുഷിക്കപ്പെടുവാൻ ഇടവരരുത് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിയങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ആ നാമം എന്നും മഹത്വം എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിയങ്ങളുടെ പ്രാർത്ഥനകൾ യാചനകൾ ഓരോ നിമിഷവും കേട്ട് എൻ്റെ കർത്താവ് ഞങ്ങളെ വഴി നടത്തുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. നിന്റെ ദാസൻ പ്രാഗൽഭ്യത്തോടെ വചനം പ്രസ്താവിക്കുമ്പോൾ കർത്താവെ അവിടുത്തെ സൗഖ്യമാക്കുന്ന കാര്യങ്ങൾ പ്രയാസത്തിലും രോഗത്തിലും ബന്ധന
ഭവനങ്ങളിലും ഒക്കെ ഇരിക്കുന്നവരുടെ മേൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ വചനം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പറയുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ആ ആത്മാവിനാൽ നിറയപ്പെട്ട് എൻ്റെ കർത്താവെ ഞങ്ങളുടെ ശരീരത്തിൻ്റെ ബന്ധനങ്ങളെ ഒക്കെ അഴിച്ച് കെട്ടുപൊട്ടിയവരായിട്ട് കർത്താവെ ഞങ്ങൾക്ക് ആ ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം അനുഭവിച്ച് ഞങ്ങൾക്ക് മടങ്ങിപ്പോകാൻ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലമാനവും മഹത്വവും യേശുവിന്, സകലവും ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ താഴ്മയായി അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. നല്ലവേ യേശുനാ